എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ഇപ്പൊ ഒരു ചുന്ദരിയായ പെണ്ണിനെ കാണിക്കാണ്. അവൾ വിദൂരതയിലേക്ക് നോക്കിയിരുന്ന് ഇപ്പൊ ബബിൾസ് ഉണ്ടാക്കി കളിക്കുകയാണ്. അപ്പൊ ആരോ അങ്ങോട്ട് അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അവൻ അവിടേക്ക് വന്ന് പറയും, നീ ഇരിക്കുന്നത് എന്റെ സ്ഥലത്താണ്, നീ കൊച്ചു കുട്ടിയൊന്നുമല്ല ബബിൾസ് വിട്ട് കളിച്ചോണ്ടിരിക്കാൻ. നിന്നെ ടോമി അത്യാവശ്യമായിട്ട് അന്വേഷിക്കുന്നുണ്ടെന്ന് പറയുമ്പോ അവൾക്ക് ഒരുപാട് ടെൻഷനായി. വിഷമത്തില് അവളിപ്പോ മുഖം താഴ്ത്തി നിൽക്കും. കട്ട് ചെയ്ത ഏതോ ഒരു നിഞ്ച ഇപ്പൊ പേടിച്ചു വരച്ച് എങ്ങോട്ട് ഓടുകയാണ്. അപ്പൊ മറ്റൊരു ഭാഗത്ത് ടോമി എന്ന് പറഞ്ഞ ആ ഒരാള് ഒരു പക്ഷി ഉപയോഗിച്ച് ഒരു മെസ്സേജ് ഇപ്പൊ ലീഫ് വില്ലേജിലേക്ക് അയക്കും. കട്ട് ചെയ്ത ഇപ്പൊ മറ്റൊരു ഭാഗത്ത് 3 പേരാവട്ടെ അവർ ഉഷാറായിട്ട് ഇപ്പൊ ഓടിക്കൊണ്ടേയിരിക്കാണ്. അവരോടുന്ന വഴിയില് ഒരുപാട് ട്രാപ്സ് കാണും. അവര് പരസ്പരം പറയും, നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം ഇങ്ങനെയുള്ള സമയത്ത്. ഇവിടെ ടോംബി ആവട്ടെ ഇപ്പൊ ആ ചെക്കന്റെയും ചുന്ദരിപ്പെണ്ണിന്റെയും അടുത്തേക്ക് വരും. ടോംബി പറയും, പേടിക്കേണ്ട ആവശ്യമില്ല, ഞാൻ ഓൾറെഡി ലീഫ് വില്ലേജിലേക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, തീർച്ചയായിട്ടും അവര് നമ്മളെ രക്ഷിക്കും. അതിന് ചുന്ദരിപ്പെണ്ണ് പറയും, അഥവാ അവര് നേരത്തെ എത്തുകയാണെങ്കിൽ നമുക്ക് 3 പേർക്കും ചേർന്ന് അവരെ കൈകാര്യം ചെയ്യണം. അപ്പൊ ആ ഒരു ചെക്കൻ ചോദിക്കും, അവരെന്തിനാണ് ഒരാവശ്യമില്ലാതെ നമ്മളുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ വരുന്നേ? അതിന് ടോംബി പറയും, അവർക്ക് ആവശ്യമുണ്ട്, നമ്മുടെ ഗ്രാമത്തിലെ ഫോർബിഡൻ ജിപ്സുവിന് വേണ്ടിയാണ് അവരിപ്പോ ഗ്രാമത്തിലേക്ക് വരുന്നത്. ആ സമയത്ത് ഇപ്പൊ 4 വില്ലന്മാരും ഗ്രാമത്തിന്റെ തൊട്ടടുത്തെത്തി. അവര് 4 പേരും ചേർന്ന് ആ ഒരു ബാരിയർ അത് തല്ലി തകർത്ത് കല്ലൊക്കെ പൊട്ടിത്തെറിപ്പിച്ച് ഇപ്പൊ ഗ്രാമത്തിലേക്ക് കയറി വരാൻ തുടങ്ങും. അത് കണ്ടുടനെ ഇപ്പൊ ടോംബി ടെൻഷനായിട്ട്, അവര് ബാരിയർ തകർത്തു കഴിഞ്ഞു, എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം. ടോംബി ഉടനെ ഇപ്പൊ ആ ഒരു ഫോർബിഡൻ ജിപ്സുവിന്റെ സ്ക്രോള് അതിപ്പോ ചുന്ദരിയുടെയും ചുന്ദരന്റെയും കയ്യിൽ കൊടുത്ത് അവിടുന്ന് ഓടാൻ പറയും. അത് കേട്ടുടനെ അവര് 2 പേരും ഇപ്പൊ ഉഷാറായിട്ട് ഓടും. ആ 4 വില്ലന്മാര് അവർ ഓൾമോസ്റ്റ് ഇപ്പൊ ആ ഗ്രാമത്തിന്റെ അടുത്തെത്തി. അത് കണ്ട് ടോംബി ഇപ്പൊ ചുന്ദരനെയും ചുന്ദരിയെയും ഒരു സീക്രട്ട് വഴിയിലൂടെ അകത്തേക്ക് കയറ്റിവിട്ട് ആ ഒരു വഴി തന്നെ ഇപ്പൊ മൂടിക്കളയാൻ പോവാണ്. ടോംബി ആ വഴി തകർത്ത് ഇപ്പൊ പുറത്തേക്ക് നടക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ ലീഫ് വില്ലേജില് ടോംബി അയച്ച ആ ഒരു മെസ്സേജ് ഇപ്പൊ ഹൊക്കാഗയ്ക്ക് കിട്ടും. ഹൊക്കാഗെ അത് വായിച്ച് ഇപ്പൊ ഒരു സെക്കൻഡ് ഷോക്കാവും. നോ, ഇതൊരിക്കലും നടക്കാൻ പാടില്ല. അപ്പൊ അതേ സമയത്തായിരിക്കും ഇപ്പൊ കുട്ടപ്പനും ടീമും വില്ലേജിലേക്ക് വരിക. അപ്പൊ ഹൊക്കാഗ ആളുടെ ഒച്ചിനെ ഇപ്പൊ അവരുടെ അടുത്തേക്ക് അയക്കും. അത് കണ്ട് നമ്മുടെ ആൾക്കാർക്ക് മനസ്സിലാവും ഇത് ഹൊക്കാഗയുടെ ഒച്ചാണ്. എന്തോ ഒരു കാര്യം ഇപ്പൊ ഹൊക്കാഗ നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കട്ട് ചെയ്ത ഇവിടെ ഹൊക്കാഗ അവൾ അസിസ്റ്റന്റ് ചേച്ചിയോട് പറയും, വർഷങ്ങൾക്ക് മുൻപ് സുജികമ എന്നു പേരുള്ള ഒരു ക്ലാൻ ഉണ്ടായിരുന്നു. ആ ഗ്രാമത്തില് എന്നോ ഫേജ് എന്ന് പേരുള്ള ഒരാളുണ്ട്. ആളൊരു പ്രത്യേക ജിപ്സ് ഉപയോഗിച്ച് ആ ഗ്രാമം തന്നെ അന്ന് നശിപ്പിച്ചു കളഞ്ഞു. തേർഡ് നിഞ്ച വാറില് തേർഡ് ഹൊക്കാഗെ ഉള്ളപ്പോഴാണ് ഇതൊക്കെ സംഭവിച്ചത്. പിന്നീട് വാറിന് ശേഷം തേർഡ് ഹൊക്കാഗെ ആവട്ടെ അതെല്ലാം ചേർത്ത് ഒരു ഫോർബിഡൻ ജിപ്സു ആക്കി മാറ്റിക്കൊടുത്തു. മാത്രമല്ല ആ വില്ലേജിന്റെ പൂർണ്ണ ഉത്തരവാദിത്വവും ലീഫ് വില്ലേജിന്റെ കയ്യിലാണ്. ഇപ്പൊ ആരൊക്കെയോ ചേർന്ന് ആ ഫോർബിഡൻ ജിപ്സു അത് മോഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്. അതെങ്ങനെയെങ്കിലും തടയണമെന്ന് പറയുമ്പോ കട്ട് ചെയ്ത ഇവിടെ ഹൊക്കാഗയുടെ ഒച്ചാവട്ടെ ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ആൾക്കാരോട് പറയും. സോ ഉടനെ തന്നെ ഈ ഒരു മിഷൻ നിങ്ങൾ ഏറ്റെടുക്കണം. ഈ മിഷന്റെ ടീം ക്യാപ്റ്റൻ അത് യാമുട്ടോ സെൻസൈ ആണെന്ന് ഇപ്പൊ ഒച്ചു പറയും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ഹൊക്കാഗ പറയും, ആ ഒരു ഫോർബിഡൻ ജിപ്സു അതിപ്പോ ഉള്ളത് ആ ഗ്രാമത്തിലെ ഹൊക്കാഗയുടെ കൊച്ചുമകളുടെ കയ്യിലാണ്. അത് തെറ്റായ കൈകളിൽ എത്തിക്കഴിഞ്ഞാ അതുപയോഗിച്ച് ഒരു നാട് തന്നെ നശിപ്പിക്കാൻ കഴിയും. കട്ട് ചെയ്ത ഇപ്പൊ ടോംബിയെ ആ 4 വില്ലന്മാർ ചേർന്ന് ഇപ്പൊ തല്ലി കൊല്ലാണ്. ചോര തുളുമ്പി ഇപ്പൊ ടോംബി അങ്ങനെ വീണ് കിടക്കും. വില്ലന്മാർക്ക് മനസ്സിലാവും ടോംബിയുടെ കയ്യില് ആ ഒരു ഫോർബിഡൻ ജിപ്സു അതിപ്പോ ഇല്ല, അത് ഈ ഗ്രാമത്തിൽ തന്നെ ഉണ്ടാവും പറഞ്ഞ് അവരാവട്ടെ അവിടെ മുഴുവൻ അന്വേഷിക്കാൻ തുടങ്ങും. അപ്പൊ അതേ സമയത്ത് ഇപ്പൊ യാമുട്ടോയും കുട്ടപ്പനും അവരുടെ ടീംസും അവിടേക്ക് ഹായ് ആയിട്ട് വരികയാണ്. നമ്മുടെ ആൾക്കാർ അവിടെ എത്തുമ്പോ തന്നെ അവിടെ വലിയൊരു ഫൈറ്റ് കഴിഞ്ഞതായിട്ട് അവർക്ക് മനസ്സിലാവും. സായി ആവട്ടെ അവന്റെ പവർ ഉപയോഗിച്ച് വില്ലന്മാരുടെ ലൊക്കേഷൻ അത് കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കും. അപ്പൊ അതേ സമയം ആ വില്ലന്മാരാവട്ടെ അവരവിടെ മുഴുവൻ അന്വേഷിക്കും. പക്ഷെ അവരെ കൊണ്ട് ഒന്നും കണ്ടെത്താൻ കഴിയില്ല. അവര് ടോംബിയെ ഇപ്പൊ പുറഞ്ച് അടിക്കുകയാണ്. സത്യം പറയ്, ആ ഫോർബിഡൻ ജിപ്സു അതെവിടെയുണ്ട്? അതിന് ടോംബി പറയും, ഇല്ല, എനിക്കതിനെ കുറിച്ച് ഒന്നും അറിയില്ല. അതിനവര് ദേഷ്യപ്പെട്ട് പറയും, ഞങ്ങൾക്കറിയാം നിന്റെ കൊച്ചുമോളുടെ കയ്യില് അത് സേഫ് ആയിട്ടുണ്ട്. അവൾ എവിടെയും ചോദിച്ച് അവര് വീണ്ടും ടോംബി ഇടിച്ചുകൊണ്ടേയിരിക്കും. അതിനാ വില്ലന്മാരുടെ ഹെഡ് പറയും, കുഴപ്പമില്ല, അവൾ എവിടെയുണ്ടെന്ന് എനിക്കറിയാം, നമുക്ക് ഉറപ്പായിട്ടും അവളെ കണ്ടുപിടിക്കാം. ഇവിടെ കുട്ടപ്പനും ടീംസും ആവട്ടെ ഗ്രാമത്തിന്റെ തൊട്ടടുത്തെത്തി. പക്ഷെ ആ ഒരു വലിയ കുഴി അത് ചാടിക്കടന്നു വേണം അപ്പുറത്തേക്ക് വരാൻ. യാമുട്ടോ സെൻസൈ ഉടനെ
ആളുടെ വുഡ് ജിപ്സ് ഉപയോഗിച്ച് ഒരു ബ്രിഡ്ജ് ക്രിയേറ്റ് ചെയ്യും. അത് കണ്ട് കുട്ടപ്പൻ വാവ് മാസ്റ്റർ, നിങ്ങൾ അടിപൊളിയാണ്, നിങ്ങളുടെ അത്രയും പവർ ഇവിടെ ആർക്കും ഇല്ല. അങ്ങനെ നമ്മുടെ എല്ലാ ആൾക്കാരും ആ ബ്രിഡ്ജിലൂടെ പാസ് ചെയ്ത് ഇപ്പൊ ടോംബിന്റെ തൊട്ടടുത്തെത്തും. ടോംബി വീണ് കിടക്കുന്നത് കാണുമ്പോ തന്നെ കുട്ടപ്പന് മനസ്സിലാവും വില്ലന്മാരിവനെ ആവശ്യത്തിന് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അവൻ ഓടി വന്ന് ടോംബിയെ താങ്ങിയെടുത്ത് ഇപ്പൊ മടി കിടത്തും. അപ്പൂപ്പ കണ്ണു തുറക്ക്, ഇത് ഞാനാണ് കുട്ടപ്പൻ, ഞങ്ങൾ ലീഫ് വില്ലേജിൽ നിന്ന് വന്നതാണ്, ഇനി പേടിക്കാൻ ഒന്നുമില്ല. പക്ഷെ ടോംബി അവൻ അനങ്ങാതെ അങ്ങനെ കിടക്കുകയാണ്. യാമുട്ടോ സെൻസായി ആളെ ചെക്ക് ചെയ്തിട്ട് പറയും ആൾക്ക് ജീവനുണ്ട്, ആൾക്ക് ഇപ്പോഴും പൾസ് ഉണ്ട്. സാക്കുറ ഉടനെ അവളുടെ പവർ വെച്ച് ടോംബിയെ ഹീൽ ചെയ്യാൻ തുടങ്ങും. അതേ സമയത്ത് സായി ആവട്ടെ ആ ഒരു വില്ലന്മാരെ കുറിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുമെന്നറിയാൻ അവന്റെ എലികളെ ഉപയോഗിച്ച് അവിടെ മുഴുവൻ ഇപ്പൊ അന്വേഷിക്കാൻ തുടങ്ങും. ഇവിടെ യാമുട്ടോ സെൻസായി ഇപ്പൊ ടോംബിയുടെ കൈ പിടിച്ച് ഇത് ഞങ്ങളാണ്, ഞങ്ങൾ ലീഫ് വില്ലേജിലുള്ളവരാണ്, നിങ്ങളെ രക്ഷിക്കാനാണ് ഇവിടേക്ക് വന്നത്. അത് കേൾക്കുമ്പോ ഇപ്പൊ ടോംബിക്ക് അവൻ ഒരുപാട് സന്തോഷാവും. ടോംബി പറയും ജിപ്സി സ്ക്രോൾ ഇരിക്കുന്നത് കുമാരിയുടെ കയ്യിലാണ്, അവരെ ഞാൻ എന്റെ പവർ വെച്ച് ഹിഡൻ വില്ലേജിലേക്ക് രക്ഷപ്പെടുത്തി. അപ്പൊ അതേ സമയത്ത് സായി ആവട്ടെ അവള് രക്ഷപ്പെട്ടു പോയാ ആ വഴി കണ്ടുപിടിക്കും. സായി വിളിച്ചു പോവും ഞാൻ കണ്ടുപിടിച്ചു, അവള് രക്ഷപ്പെട്ട വഴി അതെനിക്കറിയാം. ഉടനെ യാമുട്ടോ സെൻസായി പറയും സാക്കുറ, നീ ടോംബി മാസ്റ്റർക്ക് വേണ്ട എല്ലാ മെഡിക്കൽ സപ്പോർട്ടും കൊടുക്കണം, ഞങ്ങൾ എത്രയും വേഗം അവളെ കണ്ടുപിടിച്ച് ഇവിടേക്ക് തിരികെ വരാം. കട്ട് ചെയ്താ നമ്മുടെ ചുന്ദരച്ചക്കനും പെണ്ണും അങ്ങനെ ഹായ് ആയിട്ട് നടക്കുകയാണ്. ചെക്കനാവട്ടെ അവനിപ്പോ ഒരു ട്യൂബ് ഉപയോഗിച്ച് ഒരുപാട് ബബിൾസ് ഒക്കെ ഉണ്ടാക്കി അങ്ങനെ ഹാപ്പി ആയിട്ട് നടക്കും. അപ്പൊ ചുന്ദർ ചോദിക്കും നമ്മൾ ഹിഡൻ വില്ലേജിൽ എത്തിക്കഴിഞ്ഞാ എനിക്ക് കുറച്ച് ജിപ്സും ഒക്കെ നീ പഠിപ്പിച്ചു തരുമോ? അതിനാ ചെക്കൻ പറയും എന്നെ കൊണ്ട് പറ്റില്ല, എനിക്കതിന്റെ ആവശ്യമില്ല, വില്ലേജിൽ എത്തിക്കഴിഞ്ഞാ നിനക്ക് നിന്റെ കാര്യം, എനിക്ക് എന്റെ കാര്യം. അതിനവള് പറയും നിങ്ങൾ എന്റെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ലായിരുന്നു, നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടില്ലേ, എന്റെ സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടിയാണ് അന്ന് നിങ്ങളാണ് എന്നെ രക്ഷപ്പെടുത്തിയത്, അതുകൊണ്ട് ഇന്നും നിങ്ങൾക്ക് മാത്രമേ എന്നെ സഹായിക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞ് ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകും. ഫ്ലാഷ് ബാക്കില് ഇപ്പൊ നമ്മുടെ ചുന്ദരി പെണ്ണിനെ 5 പേര് ചേർന്ന് വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്. അപ്പൊ കറക്റ്റ് സമയത്ത് നമ്മുടെ ചുന്ദരൻ ചാടി വീണ് അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ട്യൂബ് അത് വെച്ച് ഒരുപാട് ബബിൾസ് ക്രിയേറ്റ് ചെയ്യും. ആ ബബിൾസ് ഉപയോഗിച്ച് അവരെ ഓരോരുത്തരെയും അടിച്ചു പഞ്ചറാക്കി ചുന്ദരനാവട്ടെ അവിടുന്ന് ഓടിച്ചു വിടും. പക്ഷെ എന്താ അവന്റെ കൈക്കും വലിയൊരു പരുക്ക് പറ്റി ഇപ്പൊ ഒരുപാട് ബ്ലഡ് പുറത്തേക്ക് പോവാൻ തുടങ്ങും. അത് കാണുമ്പോ ഇപ്പൊ ചുന്ദരിക്ക് അവൾക്ക് ഒരുപാട് വിഷമാവും. നീ ദയവായിട്ട് എന്നോട് ക്ഷമിക്കണം, എന്റെ കൂടെ എന്റെ സ്ഥലത്തേക്ക് വരികയാണെങ്കിൽ ഞാൻ നിന്റെ ഈ ഒരു മുറിവില് മരുന്ന് വെച്ച് തരാന്ന് അവള് പറയും. പക്ഷെ ഓൾറെഡി അവൻ ഒരുപാട് അടി കിട്ടിയതുകൊണ്ട് തന്നെ ഇപ്പൊ അങ്ങനെ മയങ്ങി താഴേക്ക് വീഴും. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്താ ഇപ്പൊ ചുന്ദരി പറയും അന്ന് നിങ്ങളാണ് എന്റെ ജീവൻ രക്ഷിച്ചത്, അന്നു മുതൽ ഞാൻ നിങ്ങളെ എന്റെ മാസ്റ്ററായി കണ്ടു. അത് കേട്ടവൻ ചിരിക്കും ഞാനെന്ന് നിന്നെ രക്ഷിക്കാൻ വന്നതല്ല, അവരെന്നെയാണോ നിന്നെയാണോ എയിം ചെയ്തതെന്ന് എനിക്കറിയില്ലായിരുന്നു, അതുകൊണ്ടാണ് അവരോട് ഞാൻ ഫൈറ്റ് ചെയ്തത്. ദയവ് ചെയ്ത് എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്, എനിക്കിപ്പോ വില്ലേജിലേക്ക് പോകണം. നീ മാസ്റ്റർ ആയിട്ട് മറ്റാരെങ്കിലും കണ്ടെത്താൻ പറയുമ്പോ അതിനവള് പറയും ഞാൻ കണ്ടതിൽ വെച്ച് നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പവർ, മാസ്റ്റർ ദയവ് ചെയ്ത് എന്നെ ആക്സെപ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അവളിപ്പോ അവന്റെ കയ്യിൽ പിടിക്കും. അതിനവനാവട്ടെ അവളുടെ കൈ തട്ടി മാറ്റി അവളോട് ചൂടാവും. അപ്പൊ കറക്റ്റ് സമയത്ത് ഇപ്പൊ കുട്ടപ്പൻ അവൻ ചാടി വീണ് ചുന്ദരനെ ഇടിക്കാൻ തുടങ്ങും. നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ പെണ്ണിന്റെ മേലെ കൈവെക്കും. കുട്ടപ്പൻ ആ ഒരു ചുന്ദരൻ ചെക്കൻ അവൻ വില്ലനാണെന്ന് കരുതിയാണ് അവനോട് ഫൈറ്റ് ചെയ്യുക. അവനും വിട്ടുകൊടുക്കില്ല. അവന്റെ ബബിൾ ജിപ്സും എടുത്ത് ഇപ്പൊ കുട്ടപ്പനുമായിട്ട് പൊരിഞ്ഞ ഫൈറ്റ്. അപ്പൊ നമ്മുടെ പെങ്കൊച്ച് അവൾ ഈ ഫൈറ്റ് കണ്ടുടനെ അവൾ നിലവിളിക്കും അവൻ വില്ലനല്ല, അവൻ എന്നെ രക്ഷിക്കാൻ എന്റെ കൂടെ വന്നതാണ്. ഉടനെ യാമുട്ടോ സെൻസായി ആൾ അവിടേക്ക് വന്ന് അവരെ രണ്ടുപേരെ പിടിച്ചു മാറ്റി ഇപ്പൊ കാര്യങ്ങളെല്ലാം രണ്ടു കൂട്ടർക്കും പറഞ്ഞു കൊടുക്കും. നിങ്ങൾ പേടിക്കണ്ട ടോംബി, അവനിപ്പോ ഓക്കെയാണ്, ഞങ്ങളുടെ മെഡിക്കൽ ടീം ആളുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പൊ അതേ സമയത്ത് ആ ചുന്ദരൻ പറയും എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഇവളെ ഇനി നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് അവനാവട്ടെ അവിടുന്ന് നടന്ന് മുൻപോട്ട് പോകും. അതിന് ചുന്ദരി അവന്റെ പിന്നാലെ ഓടി ദയവ് ചെയ്ത് എന്നെ തനിച്ച് വിട്ടു പോകരുത്, എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറയുമ്പോ അവനാവട്ടെ ഒരു ബബിൾ ക്രിയേറ്റ് ചെയ്ത് അതിൽ പറന്ന് ഇപ്പൊ ദൂരത്തേക്ക് പോകും. അത് കാണുമ്പോ അവൾക്ക് ഒരുപാട് വിഷമായി, അവൾ പൊട്ടിക്കരഞ്ഞ് താഴെ ഇരിക്കും. അതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.